മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഈ ഭൂമിയിൽ കൂട്ടുകാർക്കിടയിൽ, സ്നേഹിതർക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ, ജോലിക്കാർക്കിടയിൽ, സൗഹൃദ വലയങ്ങൾക്കിടയിലൊക്കെ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് നമുക്ക് ശത്രുതാ മനോഭാവത്തോടുകൂടെ നമ്മോട് പെരുമാറുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ ജോലി നഷ്ടപ്പെടട്ടെ എന്ന രൂപത്തിൽ നമ്മോട് പെരുമാറുന്നവർ, കുടുംബങ്ങളിലാണെങ്കിൽ അവരുടെ ജീവിതം കണ്ട് ആ രൂപത്തിലുള്ള ജീവിതവും ലൈഫ് സ്റ്റൈലൊക്കെ ഒരു റാഹത്തിൽ പോകുന്നത് കണ്ടിട്ട് അങ്ങനെ പോയാൽ ശരിയാവൂല എന്ന രൂപത്തിൽ അവൻ നശിക്കാൻ വേണ്ടി ശത്രുതാ മനോഭാവത്തോടുകൂടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടുന്നവർ, അയൽവാസികളാണെങ്കിൽ ആ രൂപത്തിൽ പെരുമാറുന്നവർ, കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പലരിലും ഇതേപോലെ ദുഷ്ചിന്തകൾ വെച്ച് ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ശത്രുക്കളുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്ന, ജോലി നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഇത്തരം ശത്രുക്കളുടെ ശല്യം ഇല്ലാതിരിക്കാനും അവരുടെ അക്രമങ്ങളെ തൊട്ട് കാവൽ നേടാനും, അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലാവട്ടെ, കുടുംബങ്ങളിൽ നിന്നുള്ളവരാവട്ടെ, സ്നേഹിതന്മാരിൽ നിന്നുള്ളവരാവട്ടെ, അവരിൽ നിന്നൊക്കെ ഹിഫ്ള് ലഭിക്കാൻ സഹായകമാകുന്ന ഒത്തിരി അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിച്ച് ഈ അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കൃത്യമായും അത് ഫലം ചെയ്യും. ആത്മീയമായ വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരാൻ അത് കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളൊക്കെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരാണ് നാം. നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്തു തീർക്കാൻ കഴിയൂല. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമാണ്, അല്ലെ? സ്വന്തമായിട്ട് കുടുംബാംഗങ്ങളുടെ സഹായം വേണ്ടി വരും, അയൽവാസികളുടെ സഹായം വേണ്ടി വരും, നമ്മുടെ കൂട്ടുകാരുടെ സഹായം വേണ്ടി വരും, എല്ലാം വേണം. അങ്ങനെ സ്വന്തം വീടും നാടൊക്കെ വെടിഞ്ഞ് മറ്റൊരിടത്ത് താമസിക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് അത്തരം ആളുകൾക്ക് അറിയുള്ളൂ. അവരുടെ കുടുംബാംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ, അല്ലെ? അയൽവാസികൾ, അവരുടെ കൂട്ടുകാരൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടവര്. അപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ കുടുംബാംഗങ്ങളും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ എല്ലാവരും നമ്മളെ സഹായിച്ചോളണമെന്നില്ല. അവരിൽ പല മെന്റാലിറ്റി ഉള്ളവരുണ്ടാകും, പല മനസ്സിൽ പല കാര്യങ്ങളും കരുതി നടക്കുന്നവരുണ്ടാകും. ചില ആളുകൾ പുറത്ത് അഭിനയിക്കുകയായിരിക്കും, നമ്മോട് സ്നേഹമുണ്ട്, നമ്മോട് നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന് പുറത്ത് അങ്ങനെ അഭിനയിച്ച് ആക്ട് ചെയ്ത് നമ്മോട് പെരുമാറുന്നവരുണ്ടാകും. ചില ആളുകൾ അങ്ങനെയാണ്. എന്നാൽ ചില ആളുകൾ വളരെ സിൻസിയേഴ്സാണ്, നിഷ്കളങ്കരാണ്. അവരുടെ പെരുമാറ്റവും അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളതും ഒന്ന് തന്നെയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചത്, നമ്മളൊരു വാഹനം എടുത്തു, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, നമ്മളൊരു വീടെടുത്തു, വീടെടുക്കാൻ പോകുന്നു എന്നത്, ഇത്തരം നമുക്ക് ലഭിക്കുന്ന അച്ചീവ്മെന്റ്സുകൾ, നമ്മുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ശരിക്കും അത് സന്തോഷിച്ച് മാഷാ അല്ലാ എന്ന് പറയുന്നവരും ഇവനതൊക്കെ എടുത്തോ, ഓ എങ്ങനെ അവൻ എടുത്തത്, ഈ രൂപത്തിൽ നമ്മോട് പെരുമാറുന്നതും അതൊരു അസൂയാവാഹത്തോടുകൂടെ കാണുന്നവരും, അങ്ങനെ ഇവന് ഇത്തരം അച്ചീവ്മെന്റുകളൊക്കെ നേടിയത് കൊണ്ട് ശത്രുത വെച്ച് നടക്കുന്ന ആളുകളുണ്ടാകും. അപ്പൊ എല്ലാവരും നമ്മുടെ സഹായികളായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും നമ്മുടെ സ്നേഹികളുമായിക്കൊള്ളണമെന്നില്ല. പലരും പല രൂപത്തിൽ അങ്ങനെ ശത്രുതാ മനോഭാവത്തോടുകൂടെ മനസ്സിൽ ശത്രുത വെച്ച് നടക്കുന്നവരും അസൂയ വെച്ച് നടക്കുന്നവരും അവരുടെ കണ്ണുകൊണ്ടും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് പല പരാജയങ്ങളും ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിക്കാറുണ്ട്, നിഖില മേഖലകളിൽ. അപ്പൊ അത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എത്ര നല്ല രൂപത്തിൽ, എത്ര നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും, ചില ആളുകളോട് എങ്ങനെ പെരുമാറിയാലും അവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് വളരെ കാർക്കശ്യമായിരിക്കും, വളരെ ഈർഷ്യത്തോടു കൂടെയായിരിക്കും അവർ പെരുമാറുക, വളരെ ദേഷ്യത്തോടുകൂടെ. അത്തരം ഒരു ക്യാരക്ടർ ഒരാളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അത് വല്ലാത്ത മോശമാണ്. അതുകൊണ്ട് ഈ ശത്രുതാ മനോഭാവം, ഈ ശത്രുക്കളുടെ ദോഷം, ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒത്തിരി അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്.
ആദ്യമായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അത് കേട്ടറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാത്തിനും നമുക്ക് കാവല് അള്ളാഹുവാണ് അല്ലെ. ഏതു വലിയ കൊലകൊമ്പന്മാരുടെയും ഷെറിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒത്തിരി മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള അമലുകൾ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും ശത്രുക്കളെ കൊണ്ട്. നമുക്കവിടെ ജോലി ചെയ്യുന്ന ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ കുടുംബങ്ങളിലും ഉണ്ടാവും, കൂട്ടുകാരിലും ഉണ്ടാവും, പല ആളുകളിലും ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയൽവാസികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായാൽ, അങ്ങനെ പൊറുതിമുട്ടിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമുണ്ട്, ഒരു ദുആ ഉണ്ട്. ആ ദുആ ആണ് ആദ്യമായിട്ട് നമ്മൾ പതിവാക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കിത് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. കാണാതെ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഡിസ്പ്ലേയിൽ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചിലതൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. എന്നാൽ ചിലതൊക്കെ തയ്യാറാക്കിയത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ദുആ നിങ്ങൾ കാണാതെ പഠിക്കാം. ഇത് ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് എവിടെയുള്ളതാണെങ്കിലും. പല ആളുകളും ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. ഏതാണ് ഈ ദുആ? നിങ്ങൾ കൃത്യമായി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ വമിൻ ലൈലത്തിസ്സൂ വമിൻ സാഅത്തിസ്സൂ വമിൻ സാഹിബിസ്സൂ വമിൻ ജാരിസ്സൂ ഫീ ദാരിൽ മുഖാമ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദുആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു ദുആ ആണ്. ഇത് ജീവിതത്തിൽ ഇങ്ങനെ പകർത്താം, ഏത് സമയത്തും പകർത്താം. കാണാതെ പഠിക്കാൻ പറ്റുന്നവർ വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും. അതങ്ങനെ പകർത്തി കഴിഞ്ഞാൽ നല്ല റാഹത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് പോകേണ്ട ഒരു അവസരം വരികയാണ്. ജോലിയുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുക്കലിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇയാളോട് കോണ്ടാക്ട് ചെയ്തിട്ടേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത്തരം സാഹചര്യം വരണം. ഇയാൾ എന്ന് പറയുന്ന ആള് നമ്മുടെ ശത്രുവാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ ഷർറ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദുആ ആണ്. അല്ലാഹുമ്മ ഹ്റുസ്നി ബിഐനികല്ലതി ലാ യനാം വക്നുഫ്നി ബികനഫികല്ലദീ ലാ യുളാം വർഹംനി ബിഖുദ്റതിക അലയ്യ അൻത സിഖതി വറജാഇ എന്ന് പറയുന്ന ദുആ. ഈ ദുആ ചൊല്ലിയതിന്റെ ശേഷം അവരിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദോഷങ്ങൾ ഉണ്ടാകൂല, അവര് നമ്മുടെ ശത്രുവാണ് എന്ന രൂപത്തിൽ തടയാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ വലിയൊരു കാവല് നൽകും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം അമലുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ദുആ ആണ് നമ്മൾ ആദ്യം പറഞ്ഞു തന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതിനുണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മള് ഒരു ഫാത്തിഹ ഓതുക, അതേപോലെ തന്നെ ആയത്തുൽ കുർസി, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖുറൈശ്, ലീലാഫി ഖുറൈശ്, അതേപോലെ മുഅവ്വിദത്തൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ് സൂറത്ത്, ഇവകളൊക്കെ ഓതിയിട്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരുന്ന് നാം യാത്ര പുറപ്പെട്ടാൽ പിന്നെ ആ വഴിക്ക് ഒരാളുടെയും ദ്രോഹമോ ഒരാളുടെയും അക്രമോ ഉണ്ടാകൂല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സീനിയോറിറ്റിയിലുള്ള ആള് നമ്മുടെ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ ശത്രുത നമുക്ക് ഒഴിവായിട്ട് ഒരു നിലക്കും അയാള് അവിടെ ഉണ്ടാവലോടുകൂടെ നമുക്ക് നമ്മുടെ ജോലിയിലൊരു മുന്നേറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല. എന്നാൽ ആ റാഹത്തില്ലായ്മ അത് ധാർമ്മികമായൊരു കാരണം കൊണ്ടാണ്, അല്ലാതെ അധാർമികമായിട്ട്
അയാൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഒന്നും കൂടി പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞ് അയാൾക്ക് നല്ല ജോലി ലഭിച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെടും, ആ രൂപത്തിലല്ല. നേരെ മറിച്ച് അയാൾ അവിടെ ഉണ്ടാവലോടുകൂടെ ഈ നമുക്ക് വലിയ ദോഷങ്ങളുണ്ട്, നമ്മെ ആക്രമിക്കും, അതേപോലെ തന്നെ നമ്മുടെ ജോലി വെറുതെ അകാരണമായി നഷ്ടപ്പെടുത്തും എന്ന രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് അധാർമികമായിട്ട് നമ്മോട് അയാൾ ഉണ്ടാവലോടുകൂടെ നമുക്ക് ആ ബിസിനസ്സിൽ, ആ ഫേമിൽ, ആ ഒരു സ്ഥലത്ത് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ അയാളോട് നിന്ന് മാറ്റി നിർത്തപ്പെടാനോ അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. കാരണത്തിന് വേണ്ടിയല്ല. വെറുതെ ആക്രമിക്കുന്നു, ആളില്ലാത്ത സമയത്ത് വെറുതെ ആക്രമിക്കാൻ വരുന്നു, അതേപോലെ തന്നെ വേറെ രൂപങ്ങളിലൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം രൂപങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമല് ചെയ്യാവുന്നതാണ്. ഏതാണ് അമലെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച രാവിലെ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വുളൂയോടുകൂടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പറ്റുന്നത് ആ സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് 1000 തവണ ചൊല്ലുക. 1000 തവണ ചൊല്ലിയതിന്റെ ശേഷം ഓരോ 100 പ്രാവശ്യം എത്തുമ്പോഴും 1000 തവണ ചൊല്ലുമ്പോൾ ഓരോ 100 പ്രാവശ്യം എത്തുന്ന സമയത്തും യാ റസൂലല്ലാഹ് ഇന്നി അസ്തജീറു ബിക മിൻ ളുൽമി ഫുലാനിൻ ഫഖുദ് ലീ ഹഖീ മിൻഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദുആ ചെയ്യാം. ഇനി ഈ ദുആ ചെയ്യാൻ അറിയാത്തവർ, ഈ സ്വലാത്ത് എല്ലാവർക്കും അറിയാലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് 1000 തവണ ചൊല്ലുക. ഓരോ 100 തവണ എത്തുമ്പോഴും പച്ച മലയാളത്തില് അവന്റെ ആ വിഷയം അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതോടുകൂടെ ഒരു സംശയവും വേണ്ട, ആ ആക്രമീയ അധികാരത്തിൽ നിന്ന്, അയാളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് അത് അധാർമികമായിട്ട് ദുർവിനിയോഗം ചെയ്യുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ ഒരു കാരണവശാലും അതിൽ അയാൾക്ക് ഇരിക്കാൻ സാധിക്കില്ല, അവിടുന്ന് പുറം തള്ളപ്പെടും. തീർച്ചയാണ്. അള്ളാഹു നമുക്ക് അത്തരം ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. അതേപോലെ തന്നെ മറ്റൊരു അമല് എന്ന് പറയുന്ന ഒരുപാട് അമലുകളുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. മറ്റൊരു അമല് നല്ല വൃത്തിയുള്ള ശുദ്ധമായ വസ്ത്രം ധരിച്ച് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തിരുന്ന് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫ് തോ ആണ് അവിടെ, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് 16,641 തവണ ഓതുക. ഓരോ 129 തവണ കഴിയുമ്പോഴും 16,641 തവണ ചൊല്ലുന്ന സമയത്ത് ഓരോ 129 തവണ കഴിയുമ്പോഴും ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് ചൊല്ലുകയും ചെയ്യാം. എന്നാൽ ഈ ഒരായത്ത് ഓരോ 129 തവണ ചൊല്ലിയതിനു ശേഷം ഒരൊറ്റ തവണയാണ് ചൊല്ലേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യം അല്ലാഹു പൂർത്തീകരിച്ചു തരുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 16,641 തവണ ചൊല്ലുമ്പോൾ ഓരോ 129 തവണ കഴിഞ്ഞതിന് ശേഷം ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് സംസാരിക്കാതെ 100 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം യാ ഖദീമു യാ ദായിമു യാ ഫർദു യാ വിത്രു യാ അഹദു യാ സമദ് യാ ഹയ്യു യാ ഖയ്യൂമു യാ കരീം യാ സനദ മൻ ലാ സനദ ലഹു യാ മൻ ലാ ഇലൈഹിൽ മുസ്തനദ് യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ വലിയ ശ്രേഷ്ഠതയുള്ള ദുആണ്. ഞാനത് ഇവിടെ ഇമേജാക്കി വെച്ചിട്ടില്ല എന്നുള്ളൂ. ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേതാണോ ഇതിൽ ഡിസ്പ്ലേയിൽ ചെയ്യാത്തത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് അയച്ചാൽ മതി. സാവധാനത്തിൽ റീപ്ലൈ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി അതിന്റെ റീപ്ലൈ അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് ടെക്സ്റ്റ് തയ്യാറാക്കാൻ സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. ഈ ദുആ 100 തവണ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് അന്നത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ചെയ്തു നോക്കും. അതേപോലെ തന്നെ നമ്മൾ അത്തരം പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങൾക്ക്. എന്നാൽ അത്തരം സമയങ്ങളിൽ
സമയങ്ങളിൽ ആ ശത്രുവിനെ തൊട്ടുള്ള പ്രയാസം നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ആ ശത്രുവിന്റെ ഷർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ആ ശത്രുവിന്റെ ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സൂറത്തുൻ നജ്മിലെ പ്രശസ്തമായ നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ഞാനിവിടെ എൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു തരാറുള്ള ആയത്താണ്. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. സൂറത്തുൻ നജ്മിലെ 58ാമത്തെ ആയത്ത്. ആ ആയത്ത് 1150 തവണ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, പാരായണം ചെയ്യുക. ഓരോ 100 തവണയും കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ ചെയ്യുക. ഞാൻ അന്ന് എന്നോട് പറയുന്നവർക്കൊക്കെ അത് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുമ്മ ബിഹഖി ഹാദിഹിൽ ആയത്തി ശരീഫ വമാ ഹബതുഹു മിൻ ഇസ്മിക്കൽ അളീമിൽ അഅ്ളം അൻ തസ്രിഫ അന്നി ശർറ ഫുലാൻ അല്ലാഹുമ്മ ർദുദ് കൈദ ഫീ നഹരി اللهم اردد كيده في نحري اللهم اشغله عني بشاغل لا يستطيع رده يا الله എന്ന് 3 തവണ ചൊല്ലുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫലം കിട്ടിയ ഒരു അമലാണിത്. ഇതിൽ ഈ പറഞ്ഞ അമലിടാ. പിന്നെ അതേപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇത് 3 തവണ ഈ ദുആ ചെയ്യണം. അപ്പൊ എങ്ങനെ? ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്നുള്ളത് 1150 തവണ ചൊല്ലുക. അതിനുശേഷം ഓരോ 100 തവണ കഴിയുമ്പോഴും ഈ പറയുന്ന ഞാനിപ്പോ പറഞ്ഞ ദുആ 3 തവണ ചൊല്ലുക. അതിനുശേഷം സലാമും മുഴുവൻ കഴിഞ്ഞതിന് ശേഷം 1150 തവണ ചൊല്ലിയതിന് ശേഷം 818 പ്രാവശ്യം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് 818 തവണ ചൊല്ലുക. ഇത് ഈ ഒരു രൂപം വളരെ ഇതിലിപ്പോ ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒന്ന് ഇതാണ്. ഇതിൽ 2-3 അമലുകൾ നല്ല റിസൾട്ട് ഉള്ള അമലുണ്ട്. അതിലൊന്ന് ഈ ഒരു അമലാണ്. ഈ അമല് ചെയ്തു നോക്കൂ. ഇതിങ്ങനെ കൃത്യമായ ആത്മാർത്ഥത ചെയ്തു നോക്കൂ. ആ ആള് നമ്മുടെ കാൽക്കീഴിലെത്തും. അയാളിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചിരിക്കുമെന്നുള്ള തീർച്ചയാണ്. അക്രമികളെയോ ശത്രുക്കളെയോ ഇത്തരം പ്രയാസങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാനുള്ളതാണ്. നന്നായി ക്ഷമിക്കണം. ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പ്രയോഗിക്കാനുള്ളതല്ല. നന്നായി ക്ഷമിച്ച് ക്ഷമയോടുകൂടെ ജീവിച്ച് അങ്ങേയറ്റം എത്തുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ക്ഷമിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം തയ്യാർ ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടല്ലേ. മാപ്പ് കൊടുക്കണം എല്ലാവർക്കും. ശത്രുവിന്റെ ഉപദ്രവം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാതെ വന്നാൽ അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. മുഅ്മിനിന്റെ വജ്രായുധമാണ് യഥാർത്ഥത്തിൽ ഈ ദുആ സിലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ ദുആ എപ്പോഴും ഉണ്ടായിരിക്കുക. റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുക. 5 വഖ്ത് നിസ്കാരങ്ങൾ നിലനിർത്തുക. ഒരാളെയും പരിഹസിക്കാതിരിക്കുക. ഒരാളെയും ഗീബത്ത് പറയാതിരിക്കുക. അന്യന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാണ്. അന്യന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ വേദനിപ്പിച്ച് നമുക്ക് സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് റബ്ബിലേക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ അല്ലാഹു നമ്മുടെ മുമ്പിൽ അവന്റെ കരുണയുടെ കവാടങ്ങൾ തുറന്നു തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ